ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് ഒരു രാജാവിന്റെ കഥ കേട്ടാലോ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ നമുക്ക് ഇനി കഥ കേൾക്കാം. ഒരിക്കലൊരിടത്ത് അനന്തപുരം എന്ന പേരുള്ള മനോഹരമായ ഒരു രാജ്യം ഉണ്ടായിരുന്നു. ആ രാജ്യത്തെ രാജാവിന് അശ്വതി എന്ന പേരുള്ള ഒരു പ്രിയപ്പെട്ട മകളുണ്ടായിരുന്നു. അശ്വതി രാജകുമാരിയായിരുന്നു. അവൾ ഒരു നല്ല മനസ്സുള്ള വിനയവാനായ പെൺകുട്ടിയായിരുന്നു. എല്ലാവരും അശ്വതിയെ സ്നേഹിച്ചു. അനന്തപുരം രാജ്യത്ത് എല്ലായ്പ്പോഴും സന്തോഷവും സമാധാനവും ആയിരുന്നു. പക്ഷേ ഒരു ദിവസം രാജ്യത്തെ അതിർത്തിക്ക് അടുത്തു വാസം ചെയ്യുന്ന ഒരു വലിയ കുറുമ്പൻ ശിവനാസുരൻ രാജ്യത്തെ ആക്രമിക്കാൻ തീരുമാനിച്ചു. രാജാവ് വൻസൈന്യത്തെ അണിനിരത്തി ശിവനാസുരനെ നേരിടാൻ തയ്യാറായി. എന്നാൽ ശിവനാസുരൻ ഒരു പ്രപഞ്ചശക്തിയുള്ള ഭീകരൻ ആയിരുന്നു. രാജാവിന്റെ സൈന്യത്തിന് അവനെ തടയാൻ സാധിച്ചില്ല. അപ്പോൾ രാജകുമാരി അശ്വതി തന്റെ പിതാവിന്റെ അടുക്കൽ ചെന്നു. അച്ഛാ, ഞാൻ ഒരു പരിഹാരമുണ്ട്. ഞാനൊരു ദുരന്തക്കണ്ണാടിയുണ്ടാക്കാം. ആ കണ്ണാടിയിൽ ശിവനാസുരൻ തന്റെ രൂക്ഷമായ മുഖം കാണുമ്പോൾ അവൻ തന്നെ പേടിച്ചുപോയി പിൻവാങ്ങും. രാജാവ് അശ്വതിയുടെ ധൈര്യത്തെ കണ്ടു സന്തോഷിച്ചു. എന്തായാലും നീ അതിൽ വിജയം കാണും. അശ്വതി തന്റെ അമ്മാവന്റെ അടുക്കൽ പോയി, അമ്മ, ഞാൻ ശിവനാസുരനെ ഭയപ്പെടുത്താൻ ഒരു കണ്ണാടി ഉണ്ടാക്കണം. അതിന് എങ്ങനെ തുടങ്ങണമെന്ന് പറഞ്ഞു തരാമോ? അമ്മാവൻ അശ്വതിക്ക് മനോഹരമായ ഒരു കട്ടറിൽ ഇരുമ്പ് കൊണ്ട് ദിവ്യമായ ഒരു കണ്ണാടി ഉണ്ടാക്കി. കണ്ണാടിയുടെ മേധാവി അവളിൽ ജീവശക്തി നൽകിയതിനാൽ കണ്ണാടി അതിസുന്ദരമായി കുലഞ്ഞു. ശിവനാസുരൻ തന്റെ രൂപം അവിടെ കാണുമ്പോൾ അവൻ പേടിച്ച് രക്ഷപ്പെടും. അശ്വതി രാജാവിനോടൊപ്പം സൈന്യത്തിന്റെ മുന്നിലേക്ക് പോയി. ശിവനാസുരൻ വരുമ്പോൾ കണ്ണാടി എടുത്തു അവന്റെ മുന്നിൽ വെച്ചു. ശിവനാസുരൻ തന്റെ ഭീകരമായ രൂപം കണ്ടു അതിസംഭ്രമിച്ചു. അവൻ അതിനെ തന്നെ പേടിച്ചു. ഞാനിത്ര ഭീകരനാണോ? എനിക്കിതിൽ കെട്ടുകഥയില്ല. ശിവനാസുരൻ അമ്പരന്നു. അവൻ പിന്നെ അശ്വതിയോട് പൂർണ്ണ പരാജയപ്പെട്ടു. ഞാൻ പരാജയപ്പെട്ടു. ഇനി നിന്നെ ഞാനൊന്നും ഉപദ്രവിക്കില്ല. ശിവനാസുരൻ രാജ്യത്തെ വിട്ടുപോയി. അനന്തപുരം വീണ്ടും സമാധാനപൂർവമായി. രാജാവ് തന്റെ മകളുടെ ധൈര്യത്തിനും ബുദ്ധിക്കും മികവ് പ്രദാനം ചെയ്തു. നിന്റെ ധൈര്യവും സ്നേഹവും ഈ രാജ്യത്തെ രക്ഷിച്ചു. അശ്വതിയും രാജാവും ചേർന്ന് സന്തോഷത്തോടെ രാജ്യത്തെ നയിച്ചു. അന്നു മുതൽ അനന്തപുരം എന്നും സമാധാനത്തിലും സന്തോഷത്തിലും ആവർത്തും.